21 വർഷത്തിനു ശേഷം തങ്ങളുടെ ഇടവകയിൽ നിന്നും ഒരാൾ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ഒരു ഇടവകയും നാടും. തൃശൂരിലെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന കരിമത്ര പരിശുദ്ധ ആരോഗ്യമാതാവിന്റെ ദേവാലയത്തിൽ നിന്നും അഭിമന്യമാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ ആശീർവാദത്തോടെ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച ഫാദർ ക്ലിന്റ് പാണയങ്ങാടനും ഒപ്പം അതിരൂപതയിലെ 8ഓളം വരുന്ന നവവൈദികർക്കും ഇടവക സ്വീകരണമൊരുക്കുകയും ചെയ്തു. കരിമത്ര പരിശുദ്ധ ആരോഗ്യമാതാ ദേവാലയത്തിൽ നടന്ന ഈ അപൂർവ കൂട്ടായ്മയിലും നവവൈദികർ അർപ്പിച്ച ദിവ്യബലിയിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷെക്കേന ന്യൂസ് ഇപ്പോൾ ഉള്ളത് തൃശ്ശൂരിലെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന കരിമത്ര പരിശുദ്ധ ആരോഗ്യമാതാ ദേവാലയത്തിലാണ്. ഇവിടെ ഇന്നൊരു മഹത്തായ കർമ്മം നടക്കുകയാണ്. തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ച നവവൈദികരുടെ കൂട്ടായ്മയാണ്. ഈ കരിമത്ര ഇടവകയിൽ നിന്ന് ഫാദർ ക്ലിന്റ് പാണയങ്ങാടനൊപ്പം കഴിഞ്ഞ ആഴ്ചകളിൽ തിരുപ്പട്ടം സ്വീകരിച്ച വൈദികരുടെ കൂട്ടായ്മയും അവരുടെ സംഗമവും ഈ ദേവാലയത്തിൽ വെച്ചുള്ള വിശുദ്ധ ബലിയർപ്പണവും നടക്കുകയാണ്. ഷെക്കേന ന്യൂസിന് വഴി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കാഴ്ചകളാണ്. ഇടവകയിൽ ഇത്തരമൊരു നവവൈദികരുടെ സംഗമം വളർന്നു വരുന്ന തലമുറയ്ക്ക് ദൈവവിളിയോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കുവാൻ കാരണമാകുമെന്ന് ഇടവക നേതൃത്വം പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കരിമത്ര ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദൈവാനുഗ്രഹത്തിൻ്റെ ദിനമാണ്, നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഡിസംബർ 27-ന് 21 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഒരു സമ്മാനമായിട്ട് നൽകിയിട്ടുള്ള ഒരു വൈദികൻ ക്ലിന്റ് പാണയങ്ങാടനച്ചൻ വളരെ സന്തോഷത്തിൻ്റെ നിറവിലായിരിക്കുമ്പോഴാണ് ഈ ഒരു സുദിനം കൂടി തൃശ്ശൂരിൻ്റെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന ഈ കരിമത്ര ഇടവക മാത്രമല്ല ഈ ദേശത്തിന് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു ദിനം കൂടിയാണ്. കാരണം തൃശ്ശൂർ അതിരൂപതയ്ക്ക് ഈ വർഷം 16 തിരുപ്പട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇന്ന് ഈ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ അത് വലിയ ദൈവകൃപയുടെ നിറവാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ ഒരു സംഗമത്തെ തന്നെ വിളിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക സാന്ത പ്രസൻസ 2025, അതായത് ഹോളി പ്രസൻസ്, വിശുദ്ധ സാന്നിധ്യങ്ങളുടെ സംഗമമാണ് ഇന്ന് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഈ നവവൈദികർക്ക് അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസും ഈ ദൈവജനത്തിന് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ. അതുകൊണ്ട് വളരെ ആകാംക്ഷപൂർവ്വമാണ് ഇടവക ജനങ്ങൾ ഈ ഒരു ദിനത്തെ വരവേൽക്കുന്നത്. ബഹുമാനപ്പെട്ട നവവൈദികൻ ഈ ഇടവകയുടെ പ്രിയപുത്രൻ ക്ലിൻ്റച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛനിവിടെ എല്ലാ മേഖലകളിലും ഒരുപക്ഷെ പരിശീലന നാളുകളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു കൈയൊപ്പ് ചാർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിവിധ സംഘടനകളിലൂടെ അൽത്താര സംഘം, CLC, KCYM തുടങ്ങിയ സംഘടനകളിലൂടെ, അതുപോലെ തന്നെ ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രഥമ അധ്യാപകനായിട്ട് ദീർഘകാലം സേവനം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ആരോഗ്യമാതാവ് ഒരു പുത്രനെ ഇങ്ങനെ വൈദികനാക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. ഈ ഇടവക ജനവും അതുപോലെ തന്നെ ഇവിടെ മാറി മാറി വന്ന ഓരോ വികാരിയച്ഛന്മാരും പ്രത്യേകമായിട്ടുള്ളൊരു പിന്തുണ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഈ ഇടവകയ്ക്ക് അനേകം വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഈ ദൈവത്തിൻ്റെ സമ്മാനം സ്വീകരിക്കാനായിട്ട് സാധിച്ചത്. എന്നിരുന്നാലും ഈ ഒരു നല്ല അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ എല്ലാ നവവൈദികർക്കും അവർക്ക് അനുമോദനങ്ങൾ, അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുന്നു. തുടർന്നും അവരുടെ എല്ലാ മെച്ചിൽ പുറങ്ങൾ അധികാരികളിലൂടെ അവർക്ക് നൽകുന്ന ഓരോ സ്ഥലങ്ങളും ഏറ്റവും ഊർജ്ജസ്വലതയോടെ അവർക്ക് അജപാലന ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർക്കെല്ലാവർക്കും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ ഉന്നതമായ ഉപകരണങ്ങളാകാൻ ഈശോ വിളിച്ചപ്പോൾ ഈ ഭൂമിയിലെ ഒരു സന്തോഷവും മഹത്വവും സ്ഥാനവും വിശുദ്ധ ജീവിതത്തോളം പ്രധാനമല്ല എന്ന് മനസ്സിലാക്കി ഔദാര്യത്തോടെ ആ വിളിയെ സ്വീകരിച്ചതിനോർത്ത്, അതിനോട് വിശ്വസ്ത പുലർത്തിയതിനോർത്ത് അഭിമന്യ പുരോഹിതരെ ഏറെയേറെ സന്തോഷത്തോടെ അതിരൂപതയിലെ സ്വന്തമായ നവവേദികർക്ക് കരിമത്ര ഇടവകയുടെ ചരിത്രത്തിൽ ആദ്യമായി ദിവ്യബലി അർപ്പിക്കാനെത്തിയ 16
നവവൈദികർക്ക് വിമനാലയം കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇടവകയ്ക്ക് തന്റെ തിരുപ്പട്ടത്താൽ അനുഗ്രഹ നിമിഷം സമ്മാനിച്ച നവവൈദികൻ ക്ലിന്റ് അച്ഛൻ ക്രിസ്തുവിനോടും തന്നെ വളർത്തി സഭയ്ക്കായി സമർപ്പിച്ച മാതാപിതാക്കളെയും ഇടവക അജപാലകരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. 21 വർഷങ്ങൾക്ക് മുമ്പാണ് ബിജു പാണേങ്ങാടൻ അച്ഛൻ ഈ ഇടവക ദേവാലയത്തിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച് അഭിഷിക്തനായത്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിപാലനയിൽ അടുത്ത ഒരു ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണമായിരുന്നു 27-ാം തീയതി ഈ ദേവാലയത്തിൽ വെച്ച് ദൈവത്തിൻ്റെ പൗരോഹിത്യത്തിലേക്ക് എന്നെ സ്വീകരിച്ചത്. ഇനിയും അനേകം ദൈവവിളികൾ ഈ ദേവാലയത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ നിന്നും ഭാവി തലമുറയ്ക്കായിട്ട് അനേകം പുരോഹിതരും സമർപ്പിതരും കടന്നു വരണമെന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. അതിൻ്റെ സന്തോഷത്തിന് മാറ്റുകൂട്ടുന്നതാണ് ഇന്ന് നവവൈദികരെ ഈ ദേവാലയത്തിൽ വെച്ച്, ഈ കൊച്ചു ദേവാലയത്തിൽ വെച്ച് അവരെല്ലാവരും ഒന്ന് ചേർന്ന് ബലിയർപ്പിക്കുമ്പോൾ ഈ ഒരു സന്തോഷമുള്ള നിമിഷം ഞങ്ങളുടെ എല്ലാവരുടെയും മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും വിശ്വാസ പരിശീലകരെയും ഇടവക വൈദികരെയും സമർപ്പിതരെയും ഒക്കെ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനിയും ധാരാളം ദൈവവിളികൾ ഉണ്ടാകാനായിട്ട്, ദൈവജനം വളരുവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. കരിമത്ര പരിശുദ്ധ ആരോഗ്യമാതാ ദേവാലയത്തിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച നവവൈദികൻ ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ്റെ പിതാവും മാതാവും ഷെക്കൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. ദൈവാനുഗ്രഹപ്രദമായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഏറെ നാളത്തെ ഒരാഗ്രഹം ദൈവത്തിൻ്റെ തിരുമനസ്സിൻ്റെ കൊണ്ട് അത് അവിടെ പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത്. മകൻ സഭയ്ക്കും സമൂഹത്തിനും നല്ലൊരു മാതൃക വൈദികനാവണമെന്നും വിശുദ്ധനായിട്ടുള്ള വൈദികനാവണമെന്നും മകനെ കണ്ട് കത്തോലിക്ക സഭയിൽ ധാരാളം വൈദികർ ഉണ്ടാകണം, ദൈവവിളികൾ ഉണ്ടാകണമെന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഒരു റോൾ മോഡലാകണം വളർന്നു വരുന്ന തലമുറയ്ക്ക് എൻ്റെ മകൻ എന്നൊരു ആഗ്രഹിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് അവൻ ഈ ആഗ്രഹം പറഞ്ഞത്. അതുവരെ നല്ല അടക്കമൊതുക്കുള്ളൊരു കുട്ടിക്ക് തന്നെയായിരുന്നു. പ്രാർത്ഥനയും കുർബാനയ്ക്ക് വരലും പിന്നെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഭയങ്കര സജീവ തന്നെയായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആഗ്രഹം പ്രകടിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ സമ്മതിച്ചു. +2 കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സമ്മതിച്ചില്ല, ഇപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ 12 വർഷം ഒരു കുഴപ്പം കൂടാതെ അത് പൂർത്തിയാക്കി. അങ്ങനെ ഒരു വൈദികനായി. എല്ലാവർക്കും സന്തോഷം. ദൈവത്തിന് നന്ദി. തൃശ്ശൂരിലെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന കരിമത്ര പരിശുദ്ധ ആരോഗ്യമാതാ ദേവാലയത്തിലെ ഇടവക ജനങ്ങളും സന്തോഷത്തിലാണ്. എൻ്റെ പേര് ജോയൽ. ഞാൻ കരിമത്ര ഇടവക ട്രസ്റ്റിയാണ്. നവവൈദികരുടെ കൂട്ടായ്മയിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കരിമത്ര ആരോഗ്യമാതാ ദേവാലയം ദൈവകൃപ നിറഞ്ഞു തുളുമ്പുകയാണ്. ഈ കൂട്ടായ്മയിലേക്ക് ഒരു അംഗമാകാൻ സാധിച്ചതിൽ ഏറെ സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ നേരുകയാണ്. അതോടൊപ്പം തന്നെ സഭയെ സമൃദ്ധമാക്കുന്നതിന് വേണ്ടി ദൈവകൃപയാൽ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന നവവൈദികർക്ക് സ്നേഹാശംസകൾ ഈ അവസരത്തിൽ നേരുന്നു. ഞാൻ ബൈജു പണയാടൻ, തിരുപ്പട്ട കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. ഞങ്ങളെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ദിവസമാണ്. കുറച്ച് 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ ഇടവകയിൽ ഒരു അച്ഛൻ വൈദികൻ ഉണ്ടാകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ ഈ പട്ടം വളരെ സന്തോഷത്തോടുകൂടി അതിമനോഹരമായിട്ട് അത്രയും ഗംഭീരമായിട്ടാണ് ഞങ്ങളത് നടത്തിയത്. ഞങ്ങളുടെ ഇടവകയിലെ 2ാമത്തെ വൈദികനാണ് ക്ലിന്റ് പാണേങ്ങാടൻ. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ പുത്തനച്ചന്മാരുടെ കുർബാനയാണ്. തൃശ്ശൂർ രൂപതയിൽ പട്ടം കിട്ടിയിട്ടുള്ള വൈദികരുടെ ഒരുമിച്ചിട്ടുള്ളൊരു കുർബാന ഞങ്ങളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ ഞങ്ങൾക്കിന്ന് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പുതിയ അച്ഛന്മാർക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും, ഇനി അവരെന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ടും വളരെ കരുതലോടുകൂടി ചെയ്യുവാൻ സർവശക്തനായ ദൈവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇടവകയിലെ മകനായ ക്ലിന്റച്ചിനൊപ്പം ഈ അടുത്തിടെ തിരുപ്പട്ടം സ്വീകരിച്ച തൃശൂർ അതിരൂപതയിലെ നവവൈദികർ അൾത്താരയ്ക്ക് മുൻപിലെ തിരികൾ തെളിച്ച് ആരംഭിച്ച ദിവ്യബലി ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് ശേഷം ഇടവക നവവൈദികർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ജനങ്ങൾ നവവൈദികരുടെ കൈകളിൽ സ്നേഹചുംബനം നൽകി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
കരുമത്ര പരിശുദ്ധ ആരോഗ്യമാതാ ദേവാലയം അഭിമാനത്തോടെയും ദൈവത്തോടുള്ള തികഞ്ഞ നന്ദിയോടുമാണ് ഈ നിമിഷമായിരിക്കുന്നത്. സ്വന്തം ഇടവക സമൂഹത്തിൽ നിന്നും തൃശൂർ അതിരൂപതയ്ക്കും പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കും ഒരു വൈദികനുണ്ടായിരിക്കുന്നു. ഒപ്പം അതിരൂപതയിലെ നവവൈദികരുടെ അനുഗ്രഹപ്രദമായ ഒരു സമൂഹ ബലിയും ഇടവകയിൽ നടന്നിരിക്കുന്നു. ചാർജ് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.